ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് വാട്ടയിട്ടിൻ്റെയാണ് കേട്ടോ. നമ്മളെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിലുള്ള മാവ് റെഡിയാക്കണം കേട്ടോ. ഞാൻ ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിന് കറിയെന്ന് വെച്ചാൽ കടലക്കറിയാണ്. കടലക്കറി എന്ന് വെച്ചാൽ കടല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എടുത്തതിൻ്റെ ബാലൻസ് ആയിരുന്നു. എനിക്ക് സൈഷേട്ടന് അത് തന്നെ ധാരാളമാണ്. പിന്നെ അബിക്കുട്ടനാണ് ഇങ്ങനെ എരിവൊന്നും കൂട്ടത്തില്ല. അപ്പോൾ എന്നോട് കമൻസിൽ കുറേ പേരിങ്ങനെ ചോദിച്ചിരുന്നു ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്ന്. കാരണം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നിറയെ ഫുഡൊക്കെ വെക്കണമല്ലോ, നമ്മൾ ആവശ്യത്തിനുള്ള ആഹാരങ്ങളൊക്കെ. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാം വെക്കുന്നത്. കാരണം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. പിന്നെ ഇപ്പം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സൈഷേട്ടൻ എനിക്ക് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് സൺഡേ ഫുള്ളും സൈഷേട്ടൻ തന്നെയാണ് പാചകം. പിന്നെ അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരു ഗ്ലാസ് പാലും കഴിക്കുന്നുണ്ട്. 4 ഇടിയപ്പം എടുത്തു, ഞങ്ങൾ കഴിച്ചു. അബിക്കുട്ടനും സൈഷേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പഴുത്തൊക്കെ ഒരാൾ തന്നതാണ്, നമ്മളുടെ ബന്ധു തന്നതാണ്. അപ്പോൾ പഴുത്തൊക്കെ 2-3 കഴിച്ചു കേട്ടോ. എനിക്ക് പഴുത്തേക്കാനേക്കാളും കൂടുതലിഷ്ടം പച്ചച്ചക്ക കറി വയ്ക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇത്തിരി കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സൈഷേട്ടൻ ബിരിയാണി മേടിച്ചിട്ട് വന്നു കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അന്ന് ചോറൊന്നും വെച്ചില്ല കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ ടയേർഡായിരുന്നു. അങ്ങനെ സൈഷേട്ടൻ പുറത്ത് പോയി ബിരിയാണി മേടിച്ചിട്ട് വന്നു. പിന്നെ 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ സാലന കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കടയിൽ നിന്ന് എപ്പം മേടിച്ചാലും അച്ചാർ ഭയങ്കര മടിയായിരിക്കും. ആ കടയിൽ അച്ചാർ കാണത്തില്ല. അപ്പോൾ അങ്ങനെ അച്ചാറില്ലായിരുന്നു. അങ്ങനെ ഞാനും അബിക്കുട്ടനും സൈഷേട്ടനുമായിട്ട് 2 ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങൾ കഴിക്കുവാണ്. നല്ലവണ്ണം തൈരൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ദിയയുടെ ബർത്ത്ഡേ ആയിരുന്നു തലേന്ന്. അപ്പോൾ തലേന്ന് കൊണ്ടുവന്ന കേക്കാണിത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ചെറിയൊരു പീസ് എടുത്ത് ഒരു കൊതിക്ക് വേണ്ടി കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ എനിക്ക് മാങ്ങ തന്നെ കൊതിയായി. അങ്ങനെ അപ്പോഴും നമ്മുടെ വീടിനോട് അടുക്കളയോട് ചേർന്ന് തന്നെ മാവ് നിൽപ്പുണ്ടായിരുന്നു. നിറയെ മാങ്ങയൊക്കെ പിടിച്ചു കേട്ടോ. പക്ഷേ ഭയങ്കര പൊക്കത്തിന് നിൽക്കുവാണ്. അത് പറിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ സൈഷേട്ടൻ എറിഞ്ഞ് വീഴ്ത്തിയതാണ്. 2 മാങ്ങ കിട്ടി. അങ്ങനെ അതിൽ 1 മാങ്ങ ഞാൻ ഉപ്പിലിട്ട് തിന്നു കേട്ടോ. ബാക്കി ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിരുന്നു മുസമ്പി, ആപ്പിള്, പിന്നെ ഗ്രേപ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മുസമ്പി എടുത്ത് ജ്യൂസ് അടിച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വൈകുന്നേരത്ത് പുറത്ത് പോകണമായിരുന്നു. പുറത്ത് പോയപ്പോഴത്തേക്കും വൈകുന്നേരത്ത് പുറത്ത് നിന്നായിരുന്നു ചായ കഴിച്ചത്. അപ്പോൾ ചായക്കടയിൽ കയറി ഞങ്ങൾ ചായ കുടിച്ചു. ഞാൻ ചിക്കൻ റോളും അബിക്കുട്ടനാണെങ്കിൽ മുട്ട പപ്സുമാണ് കഴിച്ചത്. സൈഷേട്ടൻ കട്ടൻ ചായ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. പക്ഷെ നല്ല ചായക്കടയാണ്. അത് നല്ല ഭംഗിയാണ്. അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ റോഡ് സൈഡിനാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു തണലത്തോട്ട് ഡെസ്ക് ബെഞ്ചൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചു വന്ന് വീട്ടിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ എടുത്ത് കറി വെച്ചു, കുറച്ച് ഫ്രൈയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.